ഹായ് നമസ്കാരം. +1 ഫിസിക്സിൻ്റെ യൂണിറ്റ് ആൻഡ് മെഷർമെൻറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ ആണ് ഡയമെൻഷണൽ അനാലിസിസിൻ്റെ ആപ്ലിക്കേഷൻസ്. ഇപ്പോൾ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് നിങ്ങൾ SI യൂണിറ്റ് സിസ്റ്റത്തിലൊക്കെ അത് 7 പേരുകളൊക്കെ പഠിച്ചിട്ടുണ്ടാവും, അതിൻ്റെ യൂണിറ്റ്സും പഠിച്ചിട്ടുണ്ടാവും. അതിനകത്ത് 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്കറിയാം. അപ്പോൾ ഈ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൻ്റെ പവറിൽ നമുക്ക് ബാക്കി ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ എല്ലാം റെപ്രസെൻറ്റ് ചെയ്തായിട്ട് കാണിക്കാനായിട്ടൊക്കെ സാധിക്കും. അവിടെയാണ് ഡയമെൻഷണൽ അനാലിസിസ് എന്ന് പറയുന്നതിൻ്റെ പ്രാധാന്യം വരുന്നത്, അല്ലെങ്കിൽ ഡയമെൻഷണൽ ഫോർമുലയുടെ ഒക്കെ പ്രാധാന്യം വരുന്നത്. ഈ ഡയമെൻഷണൽ ഫോർമുല എഴുതുമ്പോൾ പ്രധാനമായിട്ടും 3 പേരെ നമ്മൾ എടുക്കുക. അതിങ്ങനെ സ്ക്വയർ ബ്രാക്കറ്റിലാണ് ഡയമെൻഷൻ കാണിക്കുക. M, L, T. M എന്ന് പറയുന്നത് അത് മാസിൻ്റെ ഡയമെൻഷൻ കാണിക്കുന്നതാണ്. L എന്ന് പറയുന്നത് ലെങ്തിൻ്റെ, T എന്ന് പറയുന്ന ടൈമിൻ്റെ. ഇപ്പോൾ m⁻² ആണെങ്കിൽ അല്ലെങ്കിൽ m⁻² ആണെങ്കിൽ അതിനകത്ത് മാസിൻ്റെ 2 ഡയമെൻഷനുള്ള അല്ലെങ്കിൽ സ്ക്വയർ 2 ടൈംസ് മാസ് അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ L³ അല്ലെങ്കിൽ T⁻⁻1 ഇങ്ങനെ പല രീതിയിൽ ഡയമെൻഷൻ കാണിക്കുക. ആ ഇക്വേഷനകത്ത് അല്ലെങ്കിൽ ആ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനകത്ത് ടൈം എത്രത്തോളം ഉണ്ട്, മാസ് എത്രത്തോളം ഉണ്ട്, ഇങ്ങനെ സിമ്പിളായിട്ട് അങ്ങനെ ഓർത്തിരുന്നാൽ മതി. ലെങ്ത് എത്രത്തോളം ഉണ്ടെന്നൊക്കെ കാണിക്കാനാണ് നമ്മൾ ഡയമെൻഷണൽ ഫോർമുല എഴുതുന്നത്. അപ്പോൾ ഇത് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇതിനേക്കാൾ ഉപരിയായിട്ട് ഡയമെൻഷണൽ ഫോർമുല എഴുതാൻ നിങ്ങൾ ബേസിക്കായിട്ട് പഠിച്ചു വെക്കണം. അത് കഴിഞ്ഞിട്ട് ഈ ഡയമെൻഷണൽ ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് പ്രധാനമായിട്ട് നമുക്ക് 3 ആപ്ലിക്കേഷൻസ് ആവുള്ളത്. ഒന്നാമത്തത് നമുക്ക് ഒരു ഇക്വേഷൻ ഡയമെൻഷണലി കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഐ റിപ്പീറ്റ്, ഡയമെൻഷണലി കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഡയമെൻഷണലി കറക്റ്റ് ആണ് എന്നുള്ളതുകൊണ്ട് ആ ഇക്വേഷൻ പൂർണ്ണമായിട്ടും കറക്റ്റ് ആവണമെന്നില്ല, അത് വേറെ കാര്യം. രണ്ടാമത്തേതെന്ന് പറയുന്നത് ഒരു യൂണിറ്റ് സിസ്റ്റത്തിൽ നിന്ന് വേറൊരു യൂണിറ്റ് സിസ്റ്റത്തിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാം. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെ റിലേഷൻസ് അല്ലെങ്കിൽ ഇക്വേഷൻസ് ഒക്കെ നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും. ഡയമെൻഷണൽ മെത്തേഡ് ഉപയോഗിച്ച് ഡയമെൻഷണൽ ഫോർമുലയുടെ ഈ രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഇക്വേഷൻസ് കുറച്ച് കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ 3ാമത്തെ ആപ്ലിക്കേഷനാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതായത് റിലേഷൻ എമംഗ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ നമ്മൾ കണ്ടെത്താൻ പോവാണ്, ഡെഡ്യൂസ് ചെയ്തെടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡയമെൻഷൻ മെത്തേഡ് ഓഫ് ഡയമെൻഷൻസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെ റിലേഷൻസ് കണ്ടെത്താനായിട്ട്. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ നമ്മളൊരു എക്സാമ്പിൾ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ, ടെക്സ്റ്റ് ബുക്കുകൾ കൊടുത്തിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. അപ്പോൾ സിമ്പിൾ പെൻഡുലം എന്ന് പറയുന്നതൊക്കെ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ടാവും. പക്ഷേ ഓസിലേഷൻ എന്നൊക്കെ പറയുന്ന ടു ആൻഡ് ഫ്രോ മോഷൻ, അങ്ങോട്ടും ഇങ്ങോട്ടും ഊഞ്ഞാല് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്ന ആ ഒരു സംഭവമാണ് സിമ്പിൾ പെൻഡുലം എന്നൊക്കെ പറയുന്നത്. പെൻഡുലം ക്ലോക്കിന്റെ പെൻഡുലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ +1 നിങ്ങൾ അവസാനത്തെ ചാപ്റ്ററുകളിലേക്ക് എത്തുമ്പോൾ ഈ ഓസിലേഷനെ കുറിച്ചിട്ടും സിമ്പിൾ പെൻഡുലത്തെ കുറിച്ചിട്ടും അതിന്റെ ടൈം പീരീഡിന്റെ ഇക്വേഷൻ ഒക്കെ നിങ്ങൾ പഠിക്കാനുണ്ട്, ഡിറൈവ് ചെയ്ത് പഠിക്കാനൊക്കെ ഉണ്ട്. ലാബിൽ നിങ്ങൾക്ക് ചെയ്യാനുണ്ട് സിമ്പിൾ പെൻഡുലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പൊ ഇവിടെ നമ്മൾ ഇതൊന്നും പഠിക്കുന്നതിന് മുമ്പ്, ഇക്വേഷൻ ഒക്കെ പഠിക്കുന്നതിന് മുമ്പ് കുറച്ച് ഇൻഫർമേഷൻസ് തന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഇക്വേഷൻ, ടൈം പീരീഡിന്റെ ഇക്വേഷൻ നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും ഈ ഡയമെൻഷണൽ മെത്തേഡ് വെച്ചിട്ട്. അതെങ്ങനെയാണെന്നുള്ളതാണ്, നിങ്ങൾ പഠിച്ചിട്ട് പോലും ഇല്ലാത്തൊരു ഇക്വേഷനാണ് നമ്മൾ ഇങ്ങനെ ഈ മെത്തേഡ് വെച്ചിട്ട് കണ്ടെത്താൻ പോകുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം. ക്വസ്റ്റ്യനിൽ എല്ലാ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകളിലും ആവർത്തിച്ച് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു മേഖല കൂടിയാണ് യൂണിറ്റ് ആൻഡ് മെഷർമെന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു മേഖല കൂടിയാണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്ന ഈ ഒരു ചോദ്യം വരുന്ന പ്രധാനപ്പെട്ട ഏരിയ ആയിട്ട് നമുക്ക് ഇതിനെ കാണാം. അതുകൊണ്ട് തന്നെ പ്രാധാന്യത്തോടുകൂടി ഇത് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സിമ്പിൾ പെൻഡുലത്തിന് ഒരു ബോബ് എന്ന് പറയുന്ന സിമ്പിൾ പെൻഡുലത്തിന്റെ ഒരു നൂലിൽ ഇങ്ങനെ ഒരു പോയിന്റിൽ ഒരു നൂലിൽ നിന്ന് ഒരു മെറ്റൽ എന്താ പറയുക, നമ്മുടെ സ്പെറിക്കൽ ഷേപ്പിലുള്ള ഒരു ബോൾ പോലത്തെ ഒരു സാധനം ഇങ്ങനെ തൂക്കിയിടും. ആ ബോൾ പോലത്തെ സാധനത്തിനാണ് നമ്മൾ മെറ്റൽ ബോബ് എന്നൊക്കെ വിളിക്കുന്നത്. അതാണ് സിമ്പിൾ പെൻഡുലത്തിന്റെ ബോബ്. ഒരു സ്ട്രിങ്ങിൽ അറ്റാച്ച് ചെയ്തിട്ട് അതിനിങ്ങനെ ഓസിലേറ്റ് ചെയ്യാൻ വിടുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ആടാനായിട്ട് നമ്മൾ വിടുകയാണ്. അപ്പോൾ അത് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഇങ്ങനെ അതിനെ ആക്ട് ചെയ്യുന്നുണ്ടല്ലോ, താഴേക്ക് പിടിക്കുന്നുണ്ട് അല്ലേ. സപ്പോസ് ദാറ്റ് ദ പീരിയഡ് ഓഫ് ഓസിലേഷൻ ഓഫ് ദ സിമ്പിൾ പെൻഡുലം ഡിപ്പെൻഡ്സ് ഓൺ ഇറ്റ്സ് ലെങ്ത്. അപ്പോൾ ഈ സിമ്പിൾ പെൻഡുലം അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നതിന്റെ ടൈം പീരീഡ് T, ഈ ഓസിലേഷനുമായിട്ട് ബന്ധപ്പെട്ട ഈ സിമ്പിൾ പെൻഡുലത്തിന്റെ കൺസെപ്റ്റ് ഒക്കെ കണ്ടെത്തുന്ന ഗലീലിയാണ് കേട്ടോ. ഒരു പള്ളിയിൽ തൂക്കുകളൊക്കെ ആടുന്ന കണ്ടിട്ട് അദ്ദേഹത്തിന്റെ പൾസ് വെച്ചിട്ട് അദ്ദേഹം അതിന്റെ ടൈം പീരീഡിനെ ഒക്കെ മെഷർ ചെയ്ത് രസകരമായിട്ടുള്ള ഒരു കാര്യം കണ്ടെത്തുകയും അതിന്റെ എക്സൈറ്റ്മെന്റിലേക്കാണ് ഫിസിക്സിലേക്കൊക്കെ അദ്ദേഹം തിരിയുന്നതൊക്കെ രസകരമായിട്ടുള്ള കഥകളുണ്ട്. മറ്റ് ടോപ്പിക്കുകൾ എടുക്കുന്ന സമയത്ത് അതിനെക്കുറിച്ച് നമുക്ക് പറയാം. ഇവിടെ എന്തായാലും ടൈം പീരീഡ് T എന്ന് പറയുന്ന ലെറ്റർ വെച്ച് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പീരീഡ് ഓഫ് ഓസിലേഷൻ എന്ന് പറയുന്നത്, ടൈം പീരീഡ് എന്ന് പറയുന്നത് സിമ്പിൾ പെൻഡുലത്തിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന എന്തിനേക്കാ, ലെങ്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, L. മാസ് ഓഫ് ദ ബോബ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ടൈം പീരീഡ് Tക്കുള്ള ഒരു ഡെറിവേഷൻ ഉണ്ടാക്കിയെടുക്കണം നമുക്ക്. അതായത് ടൈം പീരീഡുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് ലെങ്ത്, മാസ് ഓഫ് ദ ബോബ്, അക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണെന്ന് നമുക്ക് ചോദ്യത്തിൽ തന്നു. ഇങ്ങനെ വേഗമായിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങൾ ഈ സാധനത്തെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ള മാത്രം നമുക്ക് ചോദ്യത്തിൽ തരും.
അതിൽ നിന്ന് ആ ക്വസ്റ്റ്യനിൽ അത്ര ഇൻഫർമേഷനിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കണം. അതെങ്ങനെ ഉണ്ടാക്കും, അതാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്, ആ ക്വസ്റ്റ്യൻ അവിടെ കാണുന്നുണ്ട് നിങ്ങൾ, ലെങ്തും മാസും ഗ്രാവിറ്റി, അക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ടൈം പീരീഡ് എന്ന് പറയുന്നത് ടി എന്ന് പറഞ്ഞ ലെറ്റർ വെച്ച് കാണിക്കുന്നു, എൽ ലെങ്ത്, ജി അക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, എം മാസ് ഓഫ് ദി ബോബ്, ഇങ്ങനെ കാണിച്ചു. അപ്പൊ ഇത് നമുക്ക് ആദ്യം എളുപ്പത്തിനുണ്ട്. ഇവിടെ ഞാൻ ഒരു ഇക്വേഷൻ എഴുതിയിരിക്കുകയാണ്. നമുക്ക് അറിയത്തില്ല ഇതിനകത്തൊക്കെ എന്തൊക്കെയാണ് വരുന്നത്, ടൈമിന് എത്ര പവർ ഉണ്ട്, അതോ റൂട്ടിനകത്താണോ ടൈം, അതോ ടൈം റൈസ് ടു ക്യൂബോ അല്ലെങ്കിൽ ടി റൈസ് ടു 3 or 5 എത്ര നമുക്ക് അറിയില്ല അല്ലെ, അല്ലെങ്കിൽ ലെങ്തിന്റെ ആൾ എത്രയാണെന്ന് നമുക്ക് അറിയത്തില്ല, റൂട്ടിനകത്താണോ വരുന്നതെന്ന് അറിയത്തില്ല, ലെങ്തിന് സ്ക്വയർ ആണോ ക്യൂബാണോ ഇതൊന്നും അറിയത്തില്ല, അതോ ഡിവൈഡഡ് ബൈ ആണോ മൾട്ടിപ്ലിക്കേഷൻ, ഇത് എവിടെ വരുന്ന ഒരു പിടുത്തമില്ല. മാസിന്റെ ആൾ എവിടെ വരുന്ന അറിയില്ല, അതിന്റെ പവർ എത്രയാണെന്ന് അറിയില്ല, ജിയുടെ പവർ എത്രയാണെന്ന് നമുക്ക് അറിയില്ല. മാത്രമല്ല ഇത് കൂടാതെ ഏതെങ്കിലും കോൺസ്റ്റന്റ് ഉണ്ടോ എന്ന് നമുക്ക് അറിയില്ല. അതായത് ചില ഇക്വേഷൻസിനൊക്കെ കോൺസ്റ്റന്റ് വരാറില്ലേ, ഇപ്പൊ 2π കൂട്ടിയൊക്കെ കോൺസ്റ്റന്റ് വരാം, അല്ലെങ്കിൽ കെ എന്ന് പറഞ്ഞിട്ടൊരു കോൺസ്റ്റന്റ് ഒക്കെ വേണമെങ്കിൽ അവിടെ വരാം. അപ്പൊ അങ്ങനെ കോൺസ്റ്റന്റ് ഉണ്ടോ എന്ന് നമുക്ക് അറിയില്ല. അതുകൊണ്ട് നമുക്കൊന്നും അറിയില്ല. ആകെപ്പാടെ പറഞ്ഞിരിക്കുന്നത് ലെങ്തും അക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയും അതേപോലെ തന്നെ മാസമാണ് ഇതിനകത്ത് വരുന്നതെന്ന് മാത്രം നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് നമ്മളൊരു ജസ്റ്റ് ഒരു ഫോർമുല പോലെ എഴുതി വയ്ക്കുകയാണ്. ഒരു കോൺസ്റ്റന്റ് അവിടെ വരുമായിരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ ഒരു കോൺസ്റ്റന്റിനെ കാണിക്കാൻ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ലെറ്റർ കെ ആണ്, അത് അവിടെ ഇട്ടു. ഒരു കോൺസ്റ്റന്റ് അവിടെ വരുമായിരിക്കും, എന്താണെന്ന് നമുക്കറിയില്ല. ദെൻ ഒരാൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് എൽ ആണ്, ദെൻ അടുത്ത ആൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് മാസ് എം ആണ്, ദെൻ അടുത്ത ആൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് അക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. ഈ ഇക്വേഷൻ അത് വരുന്ന 3 പേര്. ഇതിന്റെ മുകളിൽ പവർ എത്രയാണെന്ന് അറിയാത്തതുകൊണ്ട് XYZ എന്നോ അല്ലെങ്കിൽ ABC എന്നോ ഒക്കെ നിങ്ങൾക്ക് കൊടുക്കാം. അത് നിങ്ങൾ ഏത് നൊട്ടേഷനാണ് ഉപയോഗിക്കുന്നത് അതനുസരിച്ച് ഫോളോ ചെയ്യുക, ഏതായാലും കുഴപ്പമില്ല. ഇവിടെ ഞാൻ എന്തായാലും XYZ നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന XYZ ആയതുകൊണ്ട് XYZ എന്ന് കൊടുക്കുക. L⁻⁴ M⁻⁴ G⁻Z എന്ന് ഞാൻ കൊടുത്തു. അപ്പൊ ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഇത്തരത്തിൽ തന്നിരിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ്, അതിന്റെ പവറിന് വെറുതെ XYZ എന്നോ ABCD എന്നോ കൊടുക്കുക, കൂട്ടത്തിൽ ഒരു കെയിനെയും കൂടി അവിടെ കാണിച്ചേക്കുക. ഇനി നമ്മുടെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, നമ്മൾ ഡയമെൻഷണൽ മെത്തേഡ് വെച്ചിട്ട് എക്സും വൈയും ഇസഡിന്റെയും വാല്യൂ കണ്ടുപിടിക്കുക. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിന് മുമ്പായിട്ട് കെ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റിനെ കൊടുത്തു, XYZ എന്ന് പറയുന്ന എക്സ്പോണൻസിന്റെ ആയിട്ട് ജസ്റ്റ് കൊടുത്തു. ഇനി ഇവിടെ നമ്മൾ ഓരോന്നും ടൈം പീരീഡ് അവിടെ കിടപ്പുണ്ട്, അതിനകത്ത് വരുന്ന ആൾക്കാർ ആരൊക്കെയാണ്, ലെങ്തും മാസും അക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറഞ്ഞു. ആദ്യം ഡയമെൻഷൻ മെത്തേഡ് ഇത്രയേ ഉള്ളൂ. ആദ്യം നമ്മൾ ഓരോ ടേമിന്റെയും ഡയമെൻഷൻ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ ലെങ്തിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, അതിനകത്ത് എമ്മിന്റെ ആളുണ്ടോ, ഇല്ല, M⁻⁴ എന്ന് എഴുതാം. എല്ലിന്റെ ആൾ മാത്രമേ ഉള്ളൂ, ലെങ്തിന്റെ ആൾ ഒരാളെ ഉള്ളൂ, ലെങ്ത് L⁻⁴. ദെൻ T⁻⁴ ടൈം ഇല്ല. അപ്പൊ മാസിനും ടൈമിനും ആളില്ല, ലെങ്ത് മാത്രമേ ഉള്ളൂ. എല്ലിന്റെ ആൾ മാത്രം, എല്ലിന്റെ ഡയമെൻഷൻ മാത്രമേ ഉള്ളൂ ലെങ്തിന് വരുന്നത്. അപ്പൊ ഡയമെൻഷണൽ ഫോർമുല എഴുതാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഇത് മനസ്സിലാവുക. അപ്പൊ ഡയമെൻഷൻ ഫോർമുല എഴുതാനായിട്ട് ആദ്യം പഠിക്കുക, അതിനുശേഷമാണ് സത്യത്തിൽ ഈ വീഡിയോ കാണേണ്ടത്, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ട് കമന്റ് ചെയ്താലും മതി, നമുക്ക് അതിനെക്കുറിച്ച് പിന്നെ വേറൊരു വീഡിയോ ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പൊ ഇതിനകത്ത് M⁻⁴ എമ്മിന്റെ ആളില്ല, ലെങ്തിന് എമ്മിന്റെ ആളില്ല, ടൈമിന്റെ ആളും ഇല്ല. അപ്പൊ ഇതാണ് ലെങ്തിന്റെ ഡയമെൻഷണൽ ഫോർമുല. അതേപോലെ മാസിന് ഇവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്. മാസിന്റെ ഡയമെൻഷണൽ ഫോർമുല എങ്ങനെയാണ് വരുന്നത്, ഡയമെൻഷണൽ ഫോർമുല ഓഫ് മാസ് എന്ന് പറയുന്നത് നമുക്കറിയാം, എമ്മിന്റെ ഒരാള്, എല്ലിന് ആരുമില്ല, T⁻⁴. ഇപ്പൊ എമ്മിന്റെ റൈസ് ടു 1 പകരം എം എന്ന് പറഞ്ഞ് എഴുതിയാലും മതി അല്ലെ. അപ്പൊ അങ്ങനെ മാസിന്റെ ഡയമെൻഷൻ എഴുതി. അതേപോലെ ലെങ്തിന്റെ ഡയമെൻഷൻ ഓൾറെഡി ഞാൻ എഴുതി കാണിച്ചു, M⁻⁴ L T⁻⁴. ഇതാണ് ലെങ്തിന്റെ ഡയമെൻഷൻ. അടുത്തത് ജി ആരാന്നറിയണം, അക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണെന്ന് പറഞ്ഞിട്ടില്ലേ. അക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ അത് നമ്മളുടെ അക്സലറേഷൻ തന്നെയാണ്. അപ്പൊ അക്സലറേഷന്റെ കണ്ടുപിടിക്കണം എന്ത് ചെയ്യണം, ഞാൻ അതിന്റെ മെത്തേഡിന് മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. അതായത് നമുക്കറിയാം അക്സലറേഷൻ എന്ന് പറയുന്നത് വെലോസിറ്റി ബൈ ടൈം ആണ്. വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. ഡിസ്പ്ലേസ്മെന്റ് ഇപ്പൊ ഞാൻ എസ് എന്ന് കൊടുക്കാം, ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. അപ്പൊ ഓൾറെഡി ഒരു ടൈം അവിടെ ഉണ്ടല്ലേ. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്ന ആരാ, ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്ന ലെങ്തിന്റെ ആളാ. അപ്പൊ നമുക്ക് അതിന്റെ ഡയമെൻഷൻ എൽ എന്ന് എഴുതാം. ദെൻ താഴെ 2 ടൈം ഉണ്ട്, അത് ടിയും 2 ഡയമെൻഷൻ. അപ്പൊ ഇതിനെ നമുക്ക് L⁻⁻² എന്നുള്ള ഡയമെൻഷൻ ഫോർമുല കിട്ടും. ഇതൊക്കെ ഇനി എഴുതി കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ കുറെ പ്രാവശ്യം ചെയ്തെടുക്കുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ ഇക്വേഷൻ മനസ്സിലേക്ക് വരും, L⁻⁻². അപ്പൊ M⁻⁴ ആയതുകൊണ്ട് അവിടെ എടുത്ത് എഴുതിയില്ലെന്നുള്ളേ ഉള്ളൂ, L⁻⁻². അതുപോലെ വെലോസിറ്റിയുടെ ആയിരുന്നു ചോദിച്ചിരുന്നെങ്കിലോ അവിടെ L⁻⁻1 എമ്മിന്റെ ആള് അപ്പോഴും 0 തന്നെയാണ്. അപ്പൊ ഇവിടെ കണ്ടോ, M⁻⁴ L⁻⁻². അവിടെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഡയമെൻഷൻസ് എഴുതി. അപ്പൊ നമ്മൾ തന്നിരിക്കുന്ന ആ ക്വാണ്ടിറ്റീസ് ഏതൊക്കെയാണോ അതിനെ വെച്ചിട്ട് ചുമ്മാ ഒരു ഇക്വേഷൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. T = K, കോൺസ്റ്റന്റിനെ കാണിക്കാം, K ഏതോ ഒരു കോൺസ്റ്റന്റ് നമുക്കറിയില്ല, L⁻⁴ M⁻⁴ G⁻Z എഴുതി. ദെൻ അതിനകത്തുള്ള എല്ലിന്റെയും എമ്മിന്റെയും ജിയുടെയും ഡയമെൻഷണൽ ഫോർമുല അവിടെ എഴുതി വെക്കുക. ഇതാണ് അടുത്ത സ്റ്റെപ്പ് നമുക്ക് ചെയ്യാനുള്ള കാര്യം. ദെൻ ടൈം പീരീഡ് T എന്ന് പറയുന്ന ആരെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും, എമ്മിനെ ഡിപ്പെൻഡ് ചെയ്യോ, ഇല്ല, M⁻⁴ ആണ് ടൈമിന്റെ കേസിൽ. അതുപോലെ
അതുപോലെ എല്ലിനെ ഡിപ്പെൻഡ് ചെയ്യില്ല, പിന്നെ ആര് മാത്രമേ ഉള്ളൂ, ടൈം മാത്രമേ ഉള്ളൂ, t⁻1. അപ്പോൾ m⁻0 l⁻0 t⁻1 എന്നുള്ളതാണ് ടൈമിന്റെ ഡയമെൻഷൻ ആയിട്ട് എടുക്കാൻ പറ്റുക. അപ്പോൾ മാസിന്റെ ലെങ്തിന്റെ എക്സേഷൻ ടു ഗ്രാവിറ്റിയുടെ ടൈമിന്റെ ഡയമെൻഷൻസ് നമ്മൾ ഇവിടെ എടുത്തു. ഇനി t = k l⁻x m⁻y g⁻z എന്നുള്ള ഇക്വേഷനകത്ത് ഈ ഡയമെൻഷണൽ ഫോർമുല ഇതിന്റെ ഡയമെൻഷൻ ഫോർമുലയാക്കി എഴുതാൻ പോവാ. വേറൊന്നുമില്ല, ടൈം പീരീഡിന്റെ ഡയമെൻഷൻ അവിടെ എഴുതി. ഇത് നോക്കിയേ, m⁻0 l⁻0 t⁻1. ദെൻ കെയ്ക്ക് ഡയമെൻഷൻ ഇല്ലല്ലോ, കെ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്, ഡയമെൻഷൻലെസ് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ അതിന് പിന്നെ ഡയമെൻഷനെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല, അത് നമ്മൾ അവിടെ വിട്ടേക്കുക. ഡയമെൻഷൻ ഫോർമുല എഴുതുമ്പോൾ അത് എഴുതേണ്ട കാര്യമില്ല. ദെൻ അടുത്തത് ആരുടെയാ, ലെങ്തിന്റെ ആളാ, m⁻0 l t⁻0. കണ്ടോ, l മാത്രമേ ഉള്ളൂ. ദെൻ അടുത്തത് മാസിന്റെ ആള്, ഇവിടെ ⁻x ഉണ്ട്, പുറത്തുണ്ടോ, ആ ബ്രാക്കറ്റിന് പുറത്ത് ഡയമെൻഷൻ എത്രയാണോ നമ്മൾ കൊടുത്തിരുന്നത് x ആയതുകൊണ്ട് ⁻x എന്ന് എഴുതിയിട്ടുണ്ട്. ദെൻ m l⁻0 t⁻0 അതിന്റെ ബ്രാക്കറ്റിന് പുറത്ത് all⁻y എന്ന് എഴുതിയിട്ടുണ്ട്. ദെൻ m⁻0 l t⁻2 അതിന്റെ ബ്രാക്കറ്റിന്റെ പുറത്ത് all⁻z എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഈ ഡയമെൻഷൻ ഫോർമുല ഇങ്ങനെ അങ്ങ് എഴുതി വെച്ചു, ആ ഇക്വേഷനകത്ത് ഡയമെൻഷൻ ആക്കി എഴുതി വെച്ചു. അപ്പൊ കോൺസ്റ്റന്റ് ഡയമെൻഷൻ ഇല്ലാത്തതുകൊണ്ട് കെയ്ക്ക് പിന്നെ ഡയമെൻഷനെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. ബാക്കി നമ്മൾ ഓൾറെഡി എഴുതി വെച്ച ഡയമെൻഷൻ ആ ഇക്വേഷൻ അതുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് നോക്കിക്കോ. ഇവിടെ വേറൊന്നും ചെയ്തിട്ടില്ല. ഇവിടെ നമുക്ക് എമ്മിന്റെ ആൾക്കാരെ എല്ലാം ഒന്നിച്ചെഴുതാം. നോക്കിയേ, എമ്മിന്റെ ആൾക്കാരെ എല്ലാം ഒന്നിച്ചെഴുതാം. ഇവിടെ m⁻0 ആണ്ട് നോക്കണ്ട, ഇവിടെ m⁻0 ആണ്ട് നോക്കണ്ട. പിന്നെ ആരേ ഉള്ളൂ, m⁻y കണ്ടോ, m⁻y മാത്രമേ അവിടെ ഉള്ളൂ, m⁻y മാത്രമേ ഉള്ളൂ. അത് അവിടെ എടുത്തെഴുതി, എമ്മിന്റെ ആളെ സെപ്പറേറ്റ് എഴുതി. ദെൻ ഇവിടെ l ഉണ്ട്, l⁻x. ഓക്കെ, l⁻x അവിടെ ഉണ്ട്. ഓക്കെ, l⁻x ഉണ്ട്. ദെൻ ഇവിടെ എല്ലിന്റെ ആളുണ്ടോ, ഇല്ല, l⁻0 അവിടെ നോക്കേണ്ട കാര്യമില്ല. ദെൻ ഇവിടെ ഉണ്ടല്ലോ l t⁻−2 l അവിടെ ഒറ്റയ്ക്ക് കിടപ്പുണ്ട്, അതിന് ⁻z ഉണ്ട്. അപ്പൊ l⁻x ആളുണ്ട്, l⁻z ആളും ഉണ്ട്. ഇതിനെ രണ്ടിനെയും കൂടി ചേർത്ത് എഴുതുന്നത് എങ്ങനെയാണ്, നിങ്ങൾ മാത്സിൽ ചെയ്യുന്ന ഒരു ഇക്വേഷൻ ഉണ്ടല്ലേ, a⁻m × a⁻n എന്ന് പറഞ്ഞാൽ a⁻m+n ആണ്. കണ്ടോ, ഈ ഇക്വേഷൻ അവിടെ ഉപയോഗിക്കുന്നത്, വേറെ ഒന്നും ഉപയോഗിക്കുന്നില്ല. അപ്പൊ l⁻x l⁻z ഉള്ളതുകൊണ്ട് അതിനെ ഒന്നിച്ച് എങ്ങനെ എഴുതാം, l⁻x + z എന്ന് എഴുതാം, l⁻x + z എന്ന് എഴുതാം. കണ്ടോ, ഇത് തന്നെ a⁻m × a⁻n എന്നുള്ള രീതിയിൽ എഴുതിയിരിക്കുന്നു. അപ്പൊ a⁻m+n പോലെ തന്നെ നമുക്ക് ഇവിടെ എഴുതാം. ദെൻ ടിയുടെ നോക്കിക്കേ, ഇവിടെ 0യാ, ഇവിടെ 0യാ, ഇവിടെ t⁻2 whole⁻z ഉണ്ട്. അപ്പൊ ഇവിടെ ഉപയോഗിക്കുന്നത് മാത്സിലെ ഇക്വേഷൻ ഇതുമായിട്ട് കമ്പയർ ചെയ്യുന്ന a⁻m whole⁻n എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക, a⁻m whole⁻n പഠിച്ചിട്ടില്ലെങ്കിൽ എഴുതി വെച്ചോ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് ആണ്, പലയിടത്തും നമുക്ക് ഇത് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. a⁻m whole⁻n എന്ന് പറഞ്ഞാൽ എന്താ, a⁻mn ആണ്, a⁻mn ആണ്. അപ്പൊ ഇവിടെ a⁻mn പോലെ t⁻2 whole⁻z. അപ്പൊ t⁻2 z എന്ന് അവിടെ എഴുതാം, ടിയുടെ ആളെ t⁻2 z എന്ന് എഴുതും. കണ്ടോ, t⁻2 z, ടിയുടെ ആൾക്കാരെ ഒരാൾ മാത്രമേ ഉള്ളൂ, അത് t⁻2 z. കണ്ടോ, ഇതിനെല്ലാത്തിനും അവിടെ കൊണ്ട് എഴുതി വെച്ചിരിക്കുന്നതാണ്. ഡയമെൻഷണൽ ഫോർമുലയിൽ എമ്മിന്റെ ആൾക്കാരെ ഒന്നിച്ചാക്കി, എല്ലിന്റെ ആൾക്കാരെ ഒന്നിച്ചാക്കി, ടിയുടെ ആൾക്കാരെ ഒന്നിച്ചാക്കി. ഇനി വേറൊന്നുമില്ല, അവിടെ നമുക്ക് ആവശ്യമുള്ള ആ ബോത്ത് സൈഡ്സിലുള്ളതിനെ കമ്പയർ ചെയ്യാം. ഇവിടെ m⁻0 ആണ് അല്ലെ, ലെഫ്റ്റ് സൈഡിൽ നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി സ്റ്റേറ്റ് ചെയ്യാനായിട്ട് ചോദ്യം ചോദിക്കാറുണ്ട്. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി എന്താണെന്ന് സ്റ്റേറ്റ് ചെയ്യാൻ ചോദ്യം ചോദിക്കും. ഈ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ആണ് നമ്മൾ എല്ലായിടത്തും ഡയമെൻഷണൽ ഫോർമുലയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുകയും ചെയ്യുന്നത് അല്ലെ. ഒരേ ഡയമെൻഷൻ ആണെങ്കിൽ മാത്രമേ നമുക്ക് കാര്യങ്ങൾ ഓരോ സാധനത്തിന് ആഡ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ എന്നുള്ളതൊക്കെയാണല്ലോ. അല്ല, അപ്പുറം ഇപ്പുറം ഈക്വൽ ആണെങ്കിൽ രണ്ടിന്റെ ഡയമെൻഷൻ തുല്യമായിരിക്കണം എന്നുള്ളതാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ m⁻2 എത്രയാണോ അത് തന്നെ ആയിരിക്കണം ഇവിടുത്തെ m⁻2. അതുകൊണ്ട് അപ്പുറം ഇപ്പുറം ഇക്വേറ്റ് ചെയ്യുന്നു. ഇവിടുത്തെ എമ്മിന്റെ മുകളിൽ ആരാണ്, 0 ആണ്. അപ്പൊ 0 = y എന്ന് എടുക്കാം, 0 = y. ഞാനൊന്ന് ക്ലിയർ ചെയ്യാം. ക്ലിയർ ചെയ്തിട്ട് നമുക്ക് കുറച്ചുകൂടി അല്ലേ, കുറച്ച് സ്പേസ് കിട്ടട്ടെ. ഓക്കെ, അപ്പൊ ഇവിടെ m⁻0 ഇപ്പുറത്തെ m⁻y ആണ്. അപ്പൊ y = നമുക്ക് z 0 എന്ന് എഴുതാലോ. ഇവിടെ y = 0 എന്ന് കിട്ടും. കണ്ടോ, ഇവിടുത്തെ y-ക്ക് കറസ്പോണ്ടിങ് ഇവിടെ കിടക്കണം 0 ആണ്. ദെൻ x + z പകരം എല്ലിന്റെ റൈസ് ഇവിടെ എത്ര 0 ആണ്. അപ്പൊ x + z = 0 എന്ന് എഴുതാം. ദെൻ -2z = ഇവിടെ എത്ര t⁻1 ഇവിടെ -2 അപ്പൊ 1 -2z = 1. അപ്പൊ z = എങ്ങനെ കിട്ടും, z = ഇവിടുന്ന് ഈ -നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ 1/2 കിട്ടും. അവിടെ മൈനസ് ഉണ്ട്, -1/2 എന്ന് കിട്ടും. z = -1/2. ഇവിടെ x + z = 0 എന്ന് തന്നിട്ടുണ്ട്. z = -1/2 ആണെന്ന് കിട്ടിയെങ്കിൽ അതിനകത്ത് കൊണ്ട് ഇസഡിന്റെ വാല്യൂ എന്നിട്ട് നോക്കിയേ. അപ്പൊ എത്ര കിട്ടും, x - 1/z = 0 എന്ന് കിട്ടും. അപ്പൊ x = എന്ത് കിട്ടും, 1/z കിട്ടും. x = 1/z കിട്ടും. വേറൊന്നുമില്ല, അത് നോക്കിയേ, y = 0. ഇവിടുത്തെ y-ക്ക് കറസ്പോണ്ടിങ് ഇവിടെ 0 ആണ്, ഒന്നും നോക്കാനില്ല. x + z = 0 ആണെന്ന് നമുക്ക് ഇതാ ഇവിടുന്ന് നോക്കി കഴിയുമ്പോൾ കിട്ടും. എല്ലിന്റെ മുകളിൽ x + z, ഇവിടെ അപ്പുറത്ത് 0, x + z = 0. ദെൻ അടുത്തത് -2z = 1, -2z = ഇവിടുത്തെ 1, -2z = 1. അതിൽ നിന്ന് x 1/2 ആണെന്നും
y 0 ആണെന്നും z -1/2 ആണെന്നും കിട്ടി. അപ്പൊ എക്സിന്റെയും വൈയുടെ ഇസഡിന്റെയും കണ്ടുപിടിക്കാന്നുള്ളതായിരുന്നു നമ്മുടെ ടാസ്ക്. നമ്മൾ ആദ്യം ഇവിടെ t = k l⁻x m⁻y g⁻z എന്നുള്ള രീതിയിൽ എഴുതി അതിലെ xyz വാല്യൂ ഡയമെൻഷണൽ മെത്തേഡ് വെച്ചിട്ട് കണ്ടെത്തി. ഇനി ഈ വാല്യൂ അവിടെ കൊണ്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വേറെ ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ അവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നോക്കിയേ, വേറെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. t = k അവിടെ ഉണ്ട്, ഇക്വേഷൻ അതോട്ട് വന്നു. l⁻x ആണ്, എക്സിന് പകരം ഇവിടെ കിട്ടിയ വാല്യൂ എത്ര? l⁻1/2. ദെൻ m⁻y ആണ്, അവിടുത്തെ m⁻y വരെ m⁻0. ദെൻ g⁻z ആണ്, z എന്ന് പറയുമ്പോൾ -1/2 g⁻−1/2. ദെൻ m⁻0 എനിത്തിങ് -0 1 ആണ്. അപ്പൊ അവിടെ ആളുണ്ടോ? പിന്നെ ഇല്ല. m⁻0 എന്ന് പറഞ്ഞാൽ 1 ആണ്. പിന്നെ മിച്ചം ആരൊക്കെ ഉള്ളൂ? t = k l⁻1/2 g⁻−1/2. ഇത്രയും കിട്ടി. ഇനി നിങ്ങൾ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, എനിത്തിങ് ⁻1/2. ഇപ്പൊ x⁻1/2 എന്ന് എഴുതുവാണെങ്കിൽ അതിന്റെ അർത്ഥം √x ആ. √x-ന് പകരം x⁻1/2 എന്ന് എഴുതണേ. x⁻−1/2 എന്ന് പറഞ്ഞാൽ എന്താ? 1/√x ആ. x⁻−1/2 എന്ന് പറഞ്ഞാൽ 1/√x ആ. അതുപോലെ അപ്പൊ l⁻1/2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? √l ആ. അതേപോലെ g⁻−1/2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1/√g ആ. അപ്പൊ നോക്കി, ഇവിടെ എനിക്ക് ഇതിനെ റൂട്ടിലോട്ട് കയറ്റി എഴുതാൻ പറ്റും. അത് അറിയണം കേട്ടോ, മാത്സിന്റെ സ്റ്റെപ്പുകളാ, മാത്സിലെ കൺസെപ്റ്റാ, വേറെ ഒന്നും എന്നെ ചെയ്യുന്നില്ല. ഫിസിക്സിന്റെ ലാംഗ്വേജ് ആണ് മാത്സ്. അതില്ലാതെ നമുക്ക് ഫിസിക്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല, പഠിക്കാൻ പറ്റില്ല. അപ്പൊ +1 വരുമ്പോൾ തീർച്ചയായിട്ടും മാത്സിന്റെ ബേസിക്സ് കൂടി അറിഞ്ഞുകൊണ്ടേ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. ഇത് കിട്ടുന്നില്ലെങ്കിൽ എഴുതി വെച്ചോണം. എനിത്തിങ് ⁻1/2 എന്ന് പറഞ്ഞാൽ അതിനെ റൂട്ടിനകത്ത് എഴുതാം. എനിത്തിങ് ⁻1/−1/2 എന്നാണെങ്കിൽ 1/√x എന്ന് എഴുതാം. ഈ രീതിയിൽ അതിനെ ഓർത്തിരുന്നോണം. അപ്പൊ ഇവിടെ ഈ എഴുതിയിരിക്കുന്ന ഇക്വേഷനെ റൂട്ടിനകത്തേക്ക് കാണിക്കാം. എനിക്ക് t = k √l/√g. കണ്ടോ, l⁻1/2 പകരം √l എഴുതി, g⁻−1/2 പകരം √g എഴുതി. ഇനി ഇങ്ങനെ എഴുതാലോ, k √l/g എന്ന് ഒന്നിച്ചെഴുതിയാലും കുഴപ്പമൊന്നുമില്ല. t = k √l/g എന്ന് എഴുതി. കണ്ടോ, k √l/g എന്ന് എഴുതാം. ഈ ഇക്വേഷൻ ഇങ്ങനെ എഴുതാം. ഇതാണ് നിങ്ങൾ ടൈം പീരീഡ് ഓഫ് പെൻഡുലത്തിന്റെ ടൈം പീരീഡിന്റെ ഇക്വേഷൻ കണ്ടെത്തിയ മെത്തേഡാ. പക്ഷെ അപ്പോഴൊരു പ്രശ്നമുണ്ട്, ഈ കെയുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ വേറൊരു വഴിയില്ല അല്ലേ. നിങ്ങൾ ലാസ്റ്റ് ചാപ്റ്റർ പഠിക്കാൻ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ +1 അവസാനം പഠിക്കാൻ ചെല്ലുമ്പോൾ ഈ 2π എന്നൊരു വാല്യൂ അവിടെ കിട്ടും, നിങ്ങൾ അവിടെ പഠിക്കും. അപ്പൊ അങ്ങനെ 2π ആണ് കോൺസ്റ്റന്റ് എന്ന് പിന്നീട് നിങ്ങൾക്ക് മനസ്സിലായിക്കോളൂ. അങ്ങനെ നമുക്ക് t = 2π √l/g എന്നുള്ള ഇക്വേഷനിലേക്ക് എത്താൻ പറ്റും. അതാണ് ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ എന്ന് പറയുന്നതിന്റെ ഇക്വേഷൻ, t = 2π √l/g. അപ്പോൾ ഡയമെൻഷണൽ മെത്തേഡ് വെച്ചിട്ട് ഒരു ഫോർമുലയെ നമ്മൾ എഴുതി ഉണ്ടാക്കി എടുക്കുകയാണ് ചെയ്തത് ഇവിടെ. ഇതുപോലെ നമുക്ക് ഏതിന്റെ വേണേലും ഇക്വേഷൻസ് ഡിറൈവ് ചെയ്ത് കൊണ്ടുവരാന്നുള്ളതാണ് ഈ മെത്തേഡിനകത്ത് ഏറ്റവും കൂടുതൽ ആപ്ലിക്കേഷൻസ് ചോദിക്കുന്ന, അല്ലെങ്കിൽ എക്സാമിന് ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ഇതാണ്, ഫോർമുല ജനറേറ്റ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതാണ് ഡയമെൻഷണൽ അനാലിസിസിന്റെ മൂന്നാമത്തെ ആപ്ലിക്കേഷൻ. ഇനി ഡയമെൻഷണൽ അനാലിസിസിന്റെ ഡീമെറിറ്റ്സ് എന്തൊക്കെയാണ് ഓരോന്നും നോക്കുക, എന്തെല്ലാമാണെന്ന് നോക്കാം. അതായത് വാല്യൂ ഓഫ് കോൺസ്റ്റൻസ് നമുക്ക് കണ്ടെത്താൻ പറ്റില്ല, അതിന് ഡയമെൻഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ. നേരത്തെ k എന്ന് പറയുന്നതിന് കണ്ടുപിടിക്കാൻ പറ്റില്ല, അതിന് ഡയമെൻഷൻ ഇല്ല. അപ്പൊ കോൺസ്റ്റന്റിന് ഡയമെൻഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു ഇക്വേഷനകത്തിലെ കോൺസ്റ്റൻസിന്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഡയമെൻഷണൽ അനാലിസിസ് വഴി പറ്റില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ പോരായ്മ. ദെൻ ഡയമെൻഷണൽ കൺസിസ്റ്റൻസി മാത്രമേ നോക്കാൻ പറ്റുള്ളൂ, ഫിസിക്കൽ കൺസിസ്റ്റൻസി നമുക്ക് നോക്കാൻ പറ്റില്ല. നിങ്ങൾ ഡയമെൻഷണൽ കൺസിസ്റ്റന്റ് ആണോ എന്ന് ചോദിച്ചപ്പോൾ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ k = ½ mv². നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, പഠിച്ചിട്ടില്ല പഠിക്കണം. ½ mv² ആണ് കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ. ഇത് ഡയമെൻഷനലി കറക്റ്റ് ആണെന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ ഇതേപോലെ തന്നെ വേറൊരു ഇക്വേഷൻ തരുക, 5/2 mv². 5/2 mv², കൈനറ്റിക് എനർജി = 5/2 mv² എന്നൊരു ഇക്വേഷൻ തന്നിട്ട് ഡയമെൻഷനലി കറക്റ്റ് ആണെന്ന് ചെക്ക് ചെയ്യാൻ നോക്കിയാൽ നിങ്ങൾക്ക് ഇതും ഡയമെൻഷനലി കറക്റ്റ് ആണെന്ന് കിട്ടും. കാരണം എമ്മിനും വിക്കും ഡയമെൻഷൻ ഉള്ളൂ. 5/2 എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ഡയമെൻഷൻ ഇല്ലാത്തതുകൊണ്ട് അത് തെറ്റാണോ ശരിയാണോ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഡയമെൻഷനലി ഒരു ഇക്വേഷൻ കറക്റ്റ് ആണെങ്കിൽ ആ ഇക്വേഷൻ ഫിസിക്കലി കറക്റ്റ് ആണെന്ന് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഡയമെൻഷനലി ഒരു ഇക്വേഷൻ തെറ്റാണെങ്കിൽ അതിന്റെ അർത്ഥം ആ ഇക്വേഷൻ തെറ്റാണെന്ന് തന്നെയാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഡയമെൻഷണൽ കൺസിസ്റ്റൻസി മാത്രമേ നമുക്ക് കണ്ടെത്താൻ പറ്റുള്ളൂ, ഫിസിക്കൽ കൺസിസ്റ്റൻസി നമുക്ക് ഒരിക്കലും കണ്ടെത്താനായിട്ട് സാധിക്കത്തില്ല. ഇനി അതുപോലെ തന്നെ ഡയമെൻഷൻസ് ക്യാൻ ബി ഫൗണ്ട് ഫ്രം ദ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്, ബട്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് കനോട്ട് ബി ഓൾവേസ് ഗസ്ഡ് ഫ്രം ദ ഡയമെൻഷൻ. അതായത് ഡയമെൻഷനിൽ നിന്ന് നമുക്ക് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ കണ്ടുപിടിക്കാൻ പറ്റില്ല. നേരെ തിരിച്ച് ഡയമെൻഷൻസ്, ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെ ഡയമെൻഷൻസ് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. പക്ഷെ ഒരു ഒരെണ്ണത്തിന് ഡയമെൻഷൻ തന്നു എന്ന് വിചാരിച്ചിട്ട് അത് ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണെന്ന് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ Lt⁻⁻1 ഇങ്ങനെ സ്ക്വയർ ബ്രാക്കറ്റിൽ Lt⁻⁻1 തന്നു. ഇത് ഏതിന്റെ ഡയമെൻഷൻ ആണെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിൽ വരിക വെലോസിറ്റിയുടെ ആണല്ലോ. നമ്മൾ ഒരുപാട് സ്ഥലത്ത് ചെയ്തല്ലോ അല്ലെ. വെലോസിറ്റിയുടെ ആവാം, സ്പീഡിന്റെ ആവാം. ഇതുപോലെ ഒരേ ഡയമെൻഷണൽ ഫോമുല ഉള്ള ഒരുപാട് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഡയമെൻഷണൽ ഫോമുല വന്നു കഴിഞ്ഞാൽ അത് ഇന്ന ക്വാണ്ടിറ്റി ആണെന്ന് കറക്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റിയെന്ന് വരില്ല.
പക്ഷേ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി കിട്ടിയാൽ അതിൻ്റെ ഡയമെൻഷണൽ ഫോമിൽ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. തിരിച്ചൊരിക്കലും നമുക്ക് കൺഫേം ചെയ്ത് പറയാനായിട്ട് സാധിക്കത്തില്ല. അതാണ് ഒരു പോരായ്മ. ഇനി നാലാമത്തെ ഒരു പോരായ്മ നോക്കിയത് ഇക്വേഷൻ കണ്ടെയ്നിങ് ദ ഡിപ്പെൻഡൻസി ഓൺ മോർ ദാൻ 3 ക്വാണ്ടിറ്റീസ് കനോട്ട് ബി ഡിറ്റർമിൻഡ് യൂസിങ് ദ MLT. അതായത് 7 ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉണ്ടല്ലേ, കൂടുതലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പം കറണ്ടിന്റെ ആളുണ്ട്, അതേപോലെ ടെമ്പറേച്ചറിന്റെ ആളുണ്ട്, അങ്ങനെ ഓരോ ഡയമെൻഷൻസ് ഉണ്ട്. ലൂമിനസ് ഇന്റൻസിറ്റിയുടെയും അതുപോലെ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിനൊക്കെ ഇതുപോലെ ഡയമെൻഷൻസ് ഉണ്ട്. ഈ അതെല്ലാം വരുന്ന ഇക്വേഷൻസിൽ എമ്മും എല്ലും ടിയും മാത്രം വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. സോ നാലാമതൊരു ഒരു ക്വാണ്ടിറ്റിയുടെ അതിനകത്ത് കയറി വരുന്ന സമയത്ത് ഈ MLT വെച്ചിട്ടുള്ള കളിയൊന്നും അവിടെ നടക്കത്തില്ല. അപ്പോൾ അതൊരു പോരായ്മയായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാം. ദ ഇക്വേഷൻ കണ്ടെയ്നിങ് എക്സ്പോണൻഷ്യൽസ്, ട്രിഗ്നോമെട്രിക്, ലോഗരിതമിക് ഫംഗ്ഷൻസ്, ചില ഇക്വേഷൻസിലൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ e⁻x, അതുപോലെ log x, അതുപോലെ tan തീറ്റ, cos തീറ്റ എന്നൊക്കെ കാണും. ഇതൊന്നും നമുക്ക് എവിടെ ചെയ്യാൻ പറ്റില്ല, ഈ പറയുന്ന ഡയമെൻഷൻ അനാലിസിസിൽ കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. അതായത് ഡയമെൻഷൻ ഫോർമുല വെച്ചിട്ട് ഇതിനെയൊന്നും നമുക്ക് ഉപയോഗിക്കാനും പറ്റില്ല, ഇതിനെയൊന്നും നമുക്ക് ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യുന്നിടത്ത് എടുക്കാനും പറ്റില്ല. ഇനി ഇത് ഇക്വേഷൻ ഹാവിംഗ് ദ റിലേഷൻസ് അതർ ദാൻ പ്രോഡക്ട്സ് കോഷ്യൻസ് കനോട്ട് ബി ഡിറൈവ്ഡ്. അപ്പോൾ ഇത് പ്രോഡക്റ്റും കോഷ്യൻസ് ഒക്കെ ആയിട്ടുള്ളത് മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ, അല്ലാത്തടത്ത് വരുമ്പോഴത്തേക്കും ഇത് ഫെയിൽ ആയി പോകുന്നുള്ളതാണ്. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോരായ്മകൾ, ഡയമെൻഷൻ അനാലിസിന്റെ പോരായ്മകൾ. ഇനി സെയിം ഡയമെൻഷൻ ഫോമിലുള്ള ചില ക്വാണ്ടിറ്റികൾ എന്ന് ഓർത്തിരുന്നു വേണമെങ്കിൽ ചോദിക്കാം. ഇമ്പൾസിനും മൊമെന്റത്തിനും ഒരേ ഡയമെൻഷനാണ്. നിങ്ങൾ മുമ്പോട്ട് പഠിക്കാൻ പോകുന്ന ചില ടോപ്പിക്കുകളിൽ വരാൻ പോകുന്ന ഇപ്പം മോഷനും കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ അവിടെ പഠിക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. പി ഈക്വൽ ടു മൊമെന്റം, പി ഈക്വൽ ടു m×v എന്നാ. അപ്പോൾ മാസ് m, വെലോസിറ്റി L_t⁻⁻1, mL_t⁻⁻1 ആണ് മൊമെന്റത്തിന്റെ ഡയമെൻഷണൽ ഫോമിലായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക. ഇമ്പൾസിന്റെ കണ്ടുപിടിക്കുമ്പോഴും അത് തന്നെ കിട്ടും. ഇമ്പൾസിന്റെ കണ്ടുപിടിക്കുമ്പോഴും അത് തന്നെ കിട്ടും. ഇമ്പൾസിന്റെ F×t എന്നൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ m×a × t എന്നൊക്കെ എടുക്കാൻ പറ്റും. ഇത്ര ഞാൻ ജസ്റ്റ് പറയുന്നേ ഉള്ളൂ കേട്ടോ. mL_t⁻⁻1, mL_t⁻⁻1 × t അല്ലേ, ഡയമെൻഷൻ ടൈമിന്റെ t. അപ്പോൾ നോക്കിയേ, ഇവിടെ mL_t⁻⁻2 ആ ആക്സലറേഷൻ കേട്ടോ, L_t⁻⁻2. അപ്പോൾ ഇവിടെ L_t⁻⁻2 ഉണ്ട്, ഇവിടെ T⁻1 ഉണ്ട്. T⁻⁻2ഉം T⁻1ഉം അതിന്റെ അവസാനം എന്ത് കിട്ടും, mL_t⁻⁻1 എന്ന് കിട്ടും ഡയമെൻഷണൽ ഫോർമുല. ഇത് രണ്ടും സെയിം അല്ലേ. അപ്പോൾ മൊമെന്റത്തിന്റെയും ഇമ്പൾസിന്റെയും ഡയമെൻഷൻ സെയിം ആണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതേപോലെ വർക്ക്, എനർജി, ടോർക്ക്, മൊമെന്റ് ഓഫ് ഫോഴ്സ്, ഇതെല്ലാം ഡയമെൻഷണൽ ഫോർമുല സെയിം തന്നെയാണ്. ആംഗുലാർ മൊമെന്റം, പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്, റൊട്ടേഷണൽ ഇമ്പൾസ് സെയിം. അതിന് മുമ്പോട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ്. സ്ട്രെസ്, പ്രഷർ, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, എനർജി ഡെൻസിറ്റി സെയിം ഡയമെൻഷണൽ ഫോർമുല. ഫോഴ്സ് കോൺസ്റ്റന്റ്, സർഫസ് ടെൻഷൻ, സർഫസ് എനർജി സെയിം ഡയമെൻഷണൽ ഫോർമുല. ആവറേജ് ആംഗുലാർ വെലോസിറ്റി, ഫ്രീക്വൻസി, വെലോസിറ്റി ഗ്രേഡിയന്റ് സെയിം ഡയമെൻഷണൽ ഫോർമുലയുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസാ. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ, ലേറ്റന്റ് ഹീറ്റ്, അതേപോലെ ഫോഴ്സ്, ത്രസ്റ്റ് അതിന് സെയിമാ. പവർ, ലൂമിനസ് ഫ്ലക്സ്. അപ്പോൾ ഒരുപാട് എക്സാമ്പിളുകൾ നമ്മളവിടെ പറഞ്ഞു. ജസ്റ്റ് കുറച്ചെണ്ണെങ്കിലും അറിഞ്ഞിരിക്കുക. സെയിം ഫിസിക്കൽ ഡയമെൻഷൻ ഫോമിൽ ഉള്ളത് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് സ്പീഡും വെലോസിറ്റിയും പറഞ്ഞാലും അതിന് ഉത്തരവാകും. സ്പീഡും വെലോസിറ്റിയും ഓർത്തിരിക്കാവുന്ന, വളരെ സിമ്പിളായിട്ട് ഓർത്തിരിക്കാവുന്ന കുറച്ച് എക്സാമ്പിളുകൾ ഓർത്തിരിക്കുക. ചോദിക്കുമ്പോൾ നിങ്ങൾ അത് കൃത്യമായിട്ട് എഴുതാൻ പറ്റണം. അപ്പോൾ ഇത്രയാണ് ഈ ഡയമെൻഷൻ ഫോമുലയായിട്ട് ബന്ധപ്പെട്ട ആപ്ലിക്കേഷൻസിന്റെ മൂന്നാമത്തെ ആപ്ലിക്കേഷനെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് ശ്രമിച്ചത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇല്ലാന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, നമുക്ക് വീണ്ടും അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന പ്രോബ്ലംസോ കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. നന്ദി.